ഇവിടെ ഒരു ടീ ഗാർഡൻ കണ്ടോ, അതിന്റെ മണ്ടയ്ക്ക് പിള്ളേരെല്ലാം ഫോട്ടോ എടുക്കാൻ പോയി. പിള്ളേരും വലിയവരും എല്ലാരും ഉണ്ട്. നമ്മളുടെ ഫോട്ടോകാരൻ പറഞ്ഞു രാവിലെ നിങ്ങൾ ഇവിടെ പോകുന്നത്. അവിടെ പോയി അവർ 7 മണി ഓപ്പൺ ആയിരുന്നു. മഴ ആയതുകൊണ്ടേ ചള്ള അളിഞ്ഞു പിടിച്ചിട്ട് അല്ലേ. ഇതിലെടാ Continue on Rodabetta Road. നല്ല രസമുണ്ട്. തേയിലത്തോട്ടവും എന്റെ കൂട്ടം മണവും പിന്നെ എന്ത് നല്ല ഫോഗ് അടിച്ചു നിൽക്കുന്നത്. ഇത് കണ്ട് ഇവിടെ എന്തോ ഒരു ചെറിയൊരു കട കൂട്ടുണ്ട്. അവിടെ എല്ലാം ചോദിച്ചാലോ? ചെറുതായിട്ട് വഴിതെറ്റി പോയി. ഞങ്ങക്ക് ആ പോണ്ടിയ എന്തോ പീക്കായിരുന്നു, തൊട്ടുപെട്ട പീക്കിലോട്ട് പോണ്ടിയ വഴി തെറ്റി ഗൈസ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇവിടെയൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ടീ ഗാർഡനും അങ്ങനെ ഞങ്ങൾ തൊട്ടപെട്ട പീക്കിലോട്ട് കേറി ഗൈസ്. ഇതിലായിരുന്നു നമ്മള് പോണ്ടേ. ഇതിലായിരുന്നു പോണ്ടേ. ഞങ്ങൾ തെറ്റി ഇപ്പൊ കൊറേ അങ്ങോട്ട് പോയി. ഞങ്ങൾ തിരിച്ചു വന്നു. രാവിലെ പോയിട്ടില്ല, ഇറങ്ങി വരുമായിരുന്നു. ഇവിടെ 4 ഈ സമയത്ത് പോകുന്നുണ്ടോ. പക്ഷെ ഇവർ തന്നെ ബസ് ഉണ്ടായിരുന്നു തോന്നുന്നുണ്ടോ ഫ്രണ്ടിൽ പോകുന്നേ. അയ്യോ മുമ്പിലോട്ട് നോക്കിക്കേ. പിന്നല്ലാണ്ട് ബ്ലോക്ക് ആണോ ഇനി ആൾക്കാര് കാഴ്ചകൾ കാണാൻ സൈഡ് നിർത്തിയിട്ടേക്കുവാണോ നോക്കിയാൽ. തൊണ്ടബെട്ട റോഡ്. ഇത് 1 വേ ആ കേട്ടോ. അങ്ങോട്ട് രക്ഷപ്പെട്ടു. അതിനാ അമ്മച്ച നടന്നു പോയേ. ചെറിയൊരു വിശപ്പിന്റെ ഇത് ഞങ്ങൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 സൈഡുകളും കുറേ കടകളൊക്കെ ഉണ്ട്. സ്വെറ്റേഴ്സും ജാക്കറ്റ് പിന്നെ ഫുഡ് ഐറ്റംസ് അങ്ങനെ കുറേ കടകളൊക്കെ ഉണ്ട്. മുത്തും ചപ്പും മുമ്പിൽ പോയി തല ക്യാപ്പൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്. അങ്ങോട്ട് ക്യാപ്പൊക്കെ വെച്ച് നടക്കുകയാണ്. മുത്തും ചപ്പനെയും കാണുന്നില്ലേ? അയ്യോ അവരൊക്കെ ഫ്രണ്ടിൽ പോയി. ഞാനിവിടെ വീഡിയോ എടുത്തോണ്ടിരുന്നു. മുത്തും ചപ്പും പോന്നു. അതെന്റെ ഇവിടെ അതിന്റെ മണ്ടയ്ക്ക് കയറുന്നതാണ് നമ്മൾ ഇവിടെ വരെ വന്നത്. അയ്യോ ഇവിടെ മൊത്തം മഴയാണ്. ഇതിനകത്തോടെ കൂടെ അതിന് മണ്ടയിൽ കയറി വ്യൂ കാണാൻ വേണ്ടിട്ട് 2000 രൂപ പെട്രോളും തീരും. ഇവിടെ വന്നിട്ട് പിന്നെ 10 രൂപ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. ഇവിടെ എന്തുവാ പാർക്കിങ്ങും ഇല്ല. അങ്ങനെ കുഞ്ഞിനെ പിടിച്ചോ. ഇതാരും നമ്മൾ കാണാൻ വന്ന വ്യൂ. പക്ഷെ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നില്ല. ഇവിടെ മൊത്തം ഫോഗ് അടിച്ചിരിക്കണം. നേരെ കൂട്ടത്തിൽ മഴ. അപ്പോൾ ഇവിടെ ഇത്രേ ഉള്ളൂ കാണാൻ. അപ്പോൾ ഞങ്ങൾ നേരെ താഴോട്ട് ഇറങ്ങി പോവാം. ഇവിടെ കണ്ട ഫുള്ള് ഭയങ്കര ഫോഗ് അടിച്ച് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ മഴയത്ത് നിന്നിട്ട് കുപ്പികളുണ്ട്. ഞങ്ങൾ നേരെ തിരിച്ച് താഴോട്ട് ഇറങ്ങി പോവാണ്. അതുകൊണ്ട് അവൻ്റെ വായിൽ പുകയൊക്കെ പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കും. ചോറ് കഴിക്കണം. ഭയങ്കര മഴ. ഇങ്ങോട്ടേക്ക് വരല്ലേ. ഇവിടെ മൊത്തം ചള്ള അളിപൊളിയാണ്. മേളിൽ കാണാൻ ഒന്നുമില്ല. ചക്കമാണെ ചുമ്മാ ഉള്ള ചള്ളലെല്ലാം പോയി ചവിട്ടോ. ഭയങ്കര തിരക്കാണ്. കാണുന്നുണ്ട്. ആയി മതി. ആ ഞങ്ങൾക്കൊരു ചോളം മേടിച്ചു. ചക്കുപ്പിക്ക് ഇനി ഞങ്ങൾക്കല്ലേ അമ്മൂന് അത് വേഗാതെ ചോളം അങ്ങനെ കുറ്റം പറയുന്നുണ്ട്. ഇനി ചക്കുപ്പിക്ക് ഒരു മാഗി മേടിച്ചു. ഒരു കോൺ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു മാഗി മേടിച്ചിട്ടുണ്ട്. 10 രൂപയുടെ മാഗി ഇവിടെ 50 രൂപയ്ക്ക് കാശ്. ഇതും 10 രൂപ ഉള്ളൂ. ഇത് 10 രൂപയുടെ കോണിന് ഇവിടെ 40 രൂപ. ഉയരം കൂടുന്തോറും ഇങ്ങനെ വിലയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യാന്ന് പറ.
വന്നിട്ട് വല്ലതും കാണാനുണ്ടോ? അതുമില്ല. ഇവിടെ ആണെങ്കിൽ മുടിഞ്ഞ മഴ, പിന്നെ ഒരു വൃത്തിയില്ലാത്ത സ്ഥലം. എന്നാൽ പിന്നെ ഞങ്ങൾ വണ്ടിയിലോട്ട് പോട്ടെ. അപ്പോൾ നമുക്ക് അവിടെ പോയി കഴിക്കാം. ഭയക്കൊക്കെ ഞങ്ങൾ നടക്കുക. വെള്ളത്തിൽ ചോട്ടല്ലേ? അമ്മൻ്റെ കൂടെ പൊക്കോ, അമ്മൻ്റെ പുറകെ പൊക്കോ. ചക്കോപ്പിക്ക് തണുക്കുന്നെന്ന്. ഇങ്ങോട്ട് വയ്ക്കുക, തണുപ്പ് വരാം. തണുക്കുന്നവരെ ഇങ്ങോട്ട് പോകടാ. ചക്കോന് വായിന്ന് പുക വന്നുണ്ടോ? തണുപ്പെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നല്ല ഫോട്ടോ നല്ല രസമുണ്ട്. ചക്കുപ്പി അമ്മയോടെ പോ. ഭയങ്കര വണ്ടി ഇവിടെ ഫുള്ള് പോകായി. നമ്മൾ വന്നപ്പോൾ ഉള്ള അവസ്ഥ ഒന്നുമല്ല. പെട്ടെന്ന് ഇങ്ങനെ മാറി മാറി വരിക, പോകും മഴയും. കയറാൻ വണ്ടിയിൽ അമ്മേടിച്ചല്ലോ. എന്നാ വണ്ടി കയറാ. ചക്കൂന് ഒരു പുതിയ ക്യാപ്പ് വാങ്ങിച്ചു. ചെവിയിൽ മാത്രം ഇങ്ങനെ കാറ്റടിക്കാതെ വെക്കത്തില്ലേ, വള്ളിയുള്ളേ. അതിന്റെ പേരെന്താന്നറിയില്ല. അത് വാങ്ങിച്ചു. അകത്തെ ലൈറ്റ് കത്തുന്ന അത് ഞെക്കി, അത് കാണുന്നില്ല. ക്യാമറയ്ക്കകത്തോട്ട് ലൈറ്റ് കത്തുന്ന കാണാൻ പറ്റുമോന്ന് അറിയില്ല. അപ്പം നല്ല മഴയാണ്, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഈ ട്രിപ്പ് ഞങ്ങൾ നല്ലതായിട്ട് എൻജോയ് ചെയ്തു. കൊടൈക്കനാലിൽ പോകണ്ട നമുക്ക്. നമ്മൾ ഇതുവരെ മൂന്നാറിൽ പോയിട്ടില്ല. ഇനി നമുക്ക് മൂന്നാറിൽ പോവാം. പോകുന്നുണ്ട് ഗൈസ്. ഇന്നല്ല ഗൈസ്, ഇന്നല്ല ചക്കു, വേറെ ദിവസം. എനിക്ക് നാളെ പണിയുണ്ട്. നാളെ ഇല്ല, നാളെ ഇന്നിനി ചെല്ലുമ്പോ രാത്രി ആവുമായിരിക്കും അല്ലയോ? ഇന്നങ്ങ് രാത്രിയിൽ അങ്ങ് ചെന്നിട്ട് ഈ പുള്ളിയുടെ ഇസീസു ആണ് അവിടെ കിടന്ന് തെത്താര കളിച്ചോണ്ടിരുന്നത്. എന്റെ ദൈവമേ, ഇസൂസ് കൊണ്ടുപോയിട്ട് പൊട്ടത്തരം കാണിക്കുന്ന ആദ്യമായിട്ടാണോ? ഇതാണെങ്കിൽ മേളിൽ ഇതിനകത്തോടൊക്കെ ആൾക്കാർ നടക്കുന്നടാ. ഇത് മേളിലോട്ട് കേറും, എന്നിട്ട് അങ്ങനെ അതേപോലെ താഴോട്ട്. അതിന്റെ അകത്ത് ആൾക്കാരുണ്ടടാ മുത്തു. മനുഷ്യൊന്നും കാണത്തില്ലല്ലോ മുത്തു. മാപ്പെടുത്ത് വെച്ചാൽ വളമാണോ തിരുവാണോ അറിയാതെ. നമ്മുടെ പുറകെ വന്ന ആൾക്കാരൊക്കെ എന്തേ മുത്തു? പൊട്ടാ മഞ്ഞത്ത് ബ്രൈറ്റ് ഇടാറാ. നമ്മുടെ കൂട്ടത്തിൽ വന്ന ആരും പോയേ. നമ്മള് മാത്രമേ. പുറകിലൊരു ബ്ലൂ കാർ ഉണ്ടായിരുന്നു, കാണത്തില്ലല്ലോ. എവിടെ പോയിട്ടാണ് അവസ്ഥ? എന്താണ് ചെയ്യാൻ? നമ്മള് മൂകാംബിക പോയാലും ഈ മഴയൊക്കെ വരുമ്പോഴത്തേക്ക് അവിടെ അല്ലേ ഞങ്ങള് ചെല്ലുന്നിടത്ത് എന്താ അറിയില്ല, മൊത്തം കുന്നും മലയും മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അമ്പലത്തില്. വയനാട്ടിൽ പോയപ്പോ പിന്നെ ഫുള്ള് മഴ. അങ്ങനെ 2 ദിവസം വീട്ടിൽ ഇരുന്നിട്ട് പിന്നെ ഫുഡ് അടിയായിരുന്നു. ഉള്ള കടയിലെല്ലാം കയറി ഇത് നമ്മള് കാണുകയെല്ലാം തിന്നു. ഫുഡ് അടി ഞങ്ങൾ കറക്റ്റ് സമയത്താണ് വന്നത്. പക്ഷേ ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് തിരിച്ചു പോകുന്ന വഴി കണ്ടോ കുറെ കാട്ടുപോത്തിനെ കണ്ടോ മേളിൽ? ആ കാണാൻ പറ്റും നിങ്ങൾക്ക്? ഓ ഇത്രയും പിടിക്കും ഓടിക്കുന്നു. പിന്നെ ഞങ്ങൾ തേയിലത്തോട്ടങ്ങളുടെ നടുവിൽ കൂടെ പോവുകയാണ്. ചുറ്റിനും തേയിലത്തോട്ടം, താഴെ ക്യാരറ്റ് അടുത്തിരിക്കുന്നു കണ്ടോ. എന്റെ പൊന്നെ എന്നാ സൈസാന്ന് നോക്കി. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് ഇന്നലെ ഊട്ടിയിലെ ടൂറൊക്കെ കഴിഞ്ഞ് രാത്രി ഒരു 2-2:30 ആയപ്പോഴാണ് വന്നത്. തിരിച്ച് വരുന്ന വഴി ഗൂഗിൾ മാപ്പ് ചേച്ചി ഞങ്ങളെ പറ്റിച്ച് വഴിയൊക്കെ തെറ്റിച്ച് കുറേ ദൂരം ആ ഊട്ടിയിൽ നിന്ന് ഞങ്ങൾ പോയ ആ പീക്ക് ടോപ്പ് ഉണ്ടല്ലോ അതിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്ന വഴി തെറ്റിച്ച് നമ്മുടെ താഴെ മസനഗുഡിക്ക് പോകുന്ന ആ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ വരെ ഇറക്കി. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അവിടുത്തെ വണ്ടി ഇറക്കി താഴോട്ട് വിടത്തില്ല. പിന്നെ വീണ്ടും ഒരു 17-15 ഹെയർ പിന്നോളം വീണ്ടും അടിച്ച് മേളിൽ പോയി. പിന്നെ അവിടെ നിന്നാണ് നമുക്ക് മൈസൂറുള്ള വഴി. അപ്പം ആരെങ്കിലും അതിലേക്ക് പോവുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. തിരിച്ച് മൈസൂർക്ക് വരുന്നുണ്ടെങ്കിൽ തിരിച്ച് നമ്മൾ മസനഗുഡി വഴി പോകുന്ന ആ വഴി തന്നെ നമുക്ക് കിട്ടത്തില്ല. അപ്പുറത്തൂടെ ഗൂഡല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് അവിടെ നിന്ന് വേണം നമുക്ക് മൈസൂർ വരെ. അപ്പോൾ രാത്രി വന്നപ്പോഴത്തേക്ക് വീഡിയോ നിറക്കാൻ ഒരുപാട് ആനയും ഭയങ്കര മഴയും റോഡ് സൈഡ് ഫുൾ ആനയായിരുന്നു. എന്ന് ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പം എന്നും പ്രതീക്ഷിക്കുമായിരുന്നു ഒരു ആനയെ കാണണമെന്ന്. പക്ഷേ ഇങ്ങോട്ട് വന്ന വഴി റോഡിന് മുക്കിന് ആനയ്ക്കുമായിരുന്നു. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ചക്കോപ്പി ഫ്രണ്ടിൽ വന്നിരുന്നു ഉറങ്ങി. അതുകൊണ്ട് അമ്മൂന് വീഡിയോ നിൽക്കാൻ പറ്റിയില്ല. ഞാനവിടെ ക്യാമറ വെക്കാനും മറന്നുപോയി. പിന്നെ ഞങ്ങൾ നേരെ വിട്ടടിച്ചിങ്ങി പോന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പൂജാരി ഫിഷ് ആൻഡിൽ കയറി മൈസൂർ നമ്മളെന്നും കയറി കഴിക്കുന്ന കടയുണ്ടല്ലോ അവിടെ കയറി ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിൽ വന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.